വൈക്കത്ത് ദളിത് ആക്ടിവിസ്റ്റ് സണ്ണി എം കബിക്കാട് UDF സ്ഥാനാർത്ഥിയാകും. UDF നേതൃത്വം ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് സണ്ണി എം കബിക്കാട് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. നിലവിൽ UDFന്റെ ഭാഗമല്ല, അതിനാലാണ് പുതുയുഗ യാത്രയുടെ വേദിയിൽ ഇരിക്കാതെ സദസ്സിൽ ഇരുന്നത് എന്നും സണ്ണി എം കബിക്കാട് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കേരളത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനമുന്നേറ്റമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമാകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. വൈക്കത്ത് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അഭിമുഖങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ ചർച്ച വളരെ സജീവമായി മുന്നോട്ട് പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മളോട് പറഞ്ഞൊരു ഉറപ്പാണത്. അതിനെന്തെങ്കിലും മാറ്റം സംഭവിച്ചതായിട്ട് UDFോ കോൺഗ്രസോ നമ്മളോട് പറഞ്ഞിട്ടില്ല, നേതാക്കളാരും പറഞ്ഞിട്ടില്ല. UDFന്റെ ജാഥയിൽ UDFന്റെ ഘടകകക്ഷിയോ UDFകാരനോ അല്ലാത്ത ഒരാൾക്ക് സ്വാഭാവികമായിട്ട് വേദിയിൽ അല്ല, താഴെ സദസ്സിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതൊരു കുഴപ്പമുള്ള കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. ഓക്കെ. ഷിനോജ് ST ചേരുന്നുണ്ട്. ഷിനോജ്, വൈക്കം സീറ്റ് CPIക്ക് കരുത്തുള്ള സീറ്റ്, അത് പിടിച്ചെടുക്കാൻ വേണ്ടി സണ്ണി എം കബിക്കാടിനെ ഇറക്കുന്നു എന്ന സൂചനകൾ നേരത്തെ ലഭ്യമായിരുന്നു. ഇനി ഏത് രീതിയിലാണ് UDF സണ്ണി എം കബിക്കാടിനെ, ദളിത് ചിന്തകനെ, ആ മണ്ഡലത്തിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? പ്രതീക്ഷ ഏകദേശം 1 മാസം മുൻപാണ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഒരു പൊതു സ്വതന്ത്രൻ എന്ന നിലയിൽ സണ്ണി എം കബിക്കാടിനെ വൈക്കത്ത് മത്സരിപ്പിക്കാൻ UDF ആലോചിക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പക്ഷേ അതിനുശേഷം പലതരത്തിലുള്ള വാർത്തകൾ വന്നു. പ്രത്യേകിച്ച് പ്രാദേശിക തലത്തിൽ സണ്ണി എം കബിക്കാട് മത്സരിക്കുന്നതിനോട് എതിർപ്പുണ്ട്. പ്രത്യേകിച്ച് സണ്ണി എം കബിക്കാടിൻ്റെ പല ഗാന്ധി പ്രസ്താവനകളും അത്തരത്തിൽ എതിർക്കപ്പെടേണ്ടതാണ്. അതിനാൽ തന്നെ സണ്ണി എം കബിക്കാടിനെ അംഗീകരിക്കുന്നില്ല എന്ന തരത്തിൽ പ്രാദേശികമായി പലതരത്തിലുള്ള അഭിപ്രായങ്ങളും തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സണ്ണി എം കബിക്കാടിനെ മാറ്റി മറ്റേതെങ്കിലും പ്രാദേശിക തലത്തിലുള്ള ഒരാളെ മത്സരിപ്പിക്കുമോ എന്ന തരത്തിലുള്ള ചിന്തകളൊക്കെ തന്നെ, വാർത്തകളൊക്കെ തന്നെ വന്നത്. പക്ഷേ ഇന്ന് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര കടുത്തുരുത്തിലെത്തിയപ്പോൾ ആ യാത്രയിൽ സണ്ണി എം കബിക്കാട് പങ്കെടുത്തു. വേദിയിൽ ഉണ്ടായിരുന്നില്ല, പകരം സദസ്സിലാണ് ഈ സണ്ണി എം കബിക്കാട് ഉണ്ടായിരുന്നത്. അതിന് അദ്ദേഹം നൽകിയ മറുപടി UDFന്റെ ഏതെങ്കിലും തരത്തിൽ വക്താവല്ല താൻ, മറിച്ച് UDFനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ UDFന്റെ വേദിയിലേക്ക് എത്തുന്നില്ല. അതിനാൽ തന്നെ സദസ്സിൽ ഞാൻ ഉണ്ടാകും. സദസ്സിലാണ് അദ്ദേഹം ഈ പരിപാടിയുടെ മുഴുവൻ സമയവും ഉണ്ടായിരുന്നത്. അങ്ങനെ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് വൈക്കത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന് ബന്ധപ്പെട്ട UDF കൃത്യമായിട്ടുള്ള ഉറപ്പ് സണ്ണി എം കബിക്കാടിന് കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ്. ആദ്യമായാണ് ഇത്തരത്തിൽ അദ്ദേഹം ഒരു ഉറപ്പ് തനിക്ക് UDF നേതൃത്വത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം പറയുന്നത്. കുഞ്ഞാലിക്കുട്ടിയുമായും വി.ഡി. സതീശനുമായും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി പോലും സതീശനുമായി ഇത്തരത്തിൽ ചർച്ചകൾ കോട്ടയത്ത് വെച്ച് നടത്തിയിട്ടുണ്ട് എന്ന് സണ്ണി എം കബിക്കാട് തുറന്നു പറയുകയാണ്. അങ്ങനെ വന്നാൽ വൈക്കത്ത് സണ്ണി എം കബിക്കാട് തന്നെ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനാണ് സാധ്യത. അതൊപ്പം തന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നത്, പ്രാദേശികമായ എതിർപ്പുകൾ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ തന്നെ ഉണ്ടാകും. അത്തരത്തിൽ എതിർപ്പുകൾ ഉണ്ടാകുകയാണെങ്കിൽ പോലും ആ ഒരു സാഹചര്യത്തിൽ പോലും ആ എതിർപ്പുകളൊക്കെ തന്നെ UDF നേതൃത്വം ഇടപെട്ട് പരിഹരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്.